കർണാടകത്തിൽ വകുപ്പ് വിഭജനത്തിന് പിന്നാലെ മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. ജലസേചന വകുപ്പ് മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. നഗരവികസന വകുപ്പ് ലഭിക്കാത്തതിനാലാണ് രാജി. വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച മുതിർന്ന മന്ത്രി KH മുനിയപ്പയും ഹൈക്കമാൻഡിനെ സമീപിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അധികാരം വടംവലി അവസാനിപ്പിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് പുതിയ പ്രതിസന്ധി. ഇന്നലെ രാത്രിയോടെയാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. ബംഗളൂരു നഗരവികസന വകുപ്പ് ആഗ്രഹിച്ചിരുന്ന രാമലിംഗ റെഡ്ഡിക്ക് ജലസേചനം നൽകിയതിന് പിന്നാലെയാണ് രാജി. നിലവിൽ ബംഗളൂരു നഗരവികസന വകുപ്പ് നൽകിയത് കൃഷ്ണബൈരഗൌഡയ്ക്കാണ്. സിദ്ധരാമയ്യ സർക്കാരിൽ DK ശിവകുമാർ ആയിരുന്നു വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ അന്ന് താൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ വകുപ്പ് കൈമാറാമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നതായി രാമലിംഗ റെഡ്ഡി പറയുന്നു. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ. വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച് മുതിർന്ന നേതാവും മന്ത്രിയുമായ KH മുനിയപ്പയും ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. നിലവിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് മുനിയപ്പ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം നൽകിയ ഉറപ്പ്. എന്നാൽ അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുമ്പോൾ അസംതൃപ്തരെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഹൈക്കമാൻഡ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതിലാണ് ഇനി ആകാംക്ഷ. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.